Hello guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, ത്രോട്ട് കുറച്ച് പ്രോബ്ലം ആണ്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് 1 മണിക്ക് ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോന്നും കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിലേ ആയി പോകുന്നുണ്ട്. 1 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് 2 മണിയാകുന്നു, 3 മണിയാകുന്നു, അങ്ങനെ നീണ്ടു പോകുന്ന, പിന്നെ നെറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, 1 മണിക്ക് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിന്റെ മുഖം നോക്കുവാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ല. ഈ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും രഹസ്യമായി ഒളിക്കുന്നത്? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അവസാനം കുറച്ച് ലവ് മെസ്സേജസ് നമ്മൾ നോക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ കുറച്ച് ക്ലൂസും കൂടെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ പോകാം, ഒട്ടും വൈകാതെ തന്നെ. അപ്പോൾ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നിങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഈ ഒരു ഇപ്പോഴത്തെ മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ കോൺഷ്യസ്നെസ് ആണ്, കോൺഷ്യസ്നെസ് ഓഫ് ലാക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണ് സ്നേഹമുണ്ടെങ്കിൽ പോലും അതെല്ലാം മനസ്സ് കല്ലായിട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ പേഴ്സൺ തീർത്തും ഇപ്പൊ ആരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അതും ഒറ്റപ്പെട്ടിരിക്കുക മാത്രമല്ല, വളരെയധികം വേദനിക്കുന്ന ഒരു ഹൃദയത്തോടു കൂടിയാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, ഫീലിംഗ് വെരി സാഡ്. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ഭയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പേടിയുടെയും ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും കൺഫ്യൂഷൻസിന്റെയും എനർജിയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങളുടെ കൺമുന്നിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരാതെ, നിങ്ങളെ കാണാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഈ പേഴ്സൺ ആ ചോദിക്കുന്ന കാര്യങ്ങളിൽ നിന്നും തെന്നി മാറിപ്പോകുന്നു. കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല, ചാറ്റ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം വിഷമത്തോടു കൂടിയും പേടിയോടു കൂടിയും തന്നെയാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ പറയാനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥകൾ കാണിക്കുന്നു. പല തെറ്റുകളും സംഭവിച്ചിട്ടുള്ള, എന്തൊക്കെയോ തെറ്റുകൾ, അബദ്ധങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പല കാര്യങ്ങളും ഈ പേഴ്സൺ ലിമിറ്റ് വെക്കുന്നുണ്ട്. ഈവൻ നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ എന്താ പറയാ, ഒഴിഞ്ഞു മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു. നിങ്ങളായിട്ട് അധികം കോണ്ടാക്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലായിട്ടുണ്ടാകാം. നിങ്ങളെ നല്ല രീതിയിൽ അവഗണിക്കുന്നുണ്ട്. ഓക്കെ, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാം. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടും കൂടിയുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് മാത്രമല്ല, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ്, അതായത് എന്താ പറയാ, നമ്മൾ പറയില്ല, മാനസികപരമായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ മനോബലം, മനഃശക്തി, അതൊന്നും ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ഈ പേഴ്സൺ അത്രയും നിങ്ങളുടെ മുന്നിൽ വന്ന് നട്ടലുയർത്തി നിൽക്കാനുള്ള ആ ഒരു യോഗ്യതയും മാനസിക ബലവും ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു കറ വീണിട്ടുണ്ട്. നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു കറ വീണിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് എന്താണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒളിപ്പിച്ചു വെക്കുന്നത്? ഓക്കെ, അത് നമുക്ക് നോക്കാം. അത് പലപ്പോഴും പലവരുടെയും ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പല രീതിയിലും ഇത് അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കിട്ടുന്നില്ല, ഇൻഫോർമേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നത്, ഒളിപ്പിച്ച് വെക്കുന്നത് എന്താണ്? ആൻഡ് ദിസ് വിൽ ബി ദ എനർജി ദാറ്റ് വി ഗോട്ട് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഡിസെപ്ഷൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനേക്കാൾ ഉപരി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയുടെ എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു ലേഡി തന്നെ ആയിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ ആ ഒരു ലേഡിയുടെ കൺട്രോളിലാണ് ഈ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു ലേഡിയുടെ കൺട്രോളിങ്ങിലാണ് എന്നുള്ളത് കാണിക്കുന്നു. അത് മാത്രമല്ല, ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും ഈ പേഴ്സന്റെ കൂടെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. കാരണം ഒന്നില്ലെങ്കിൽ അവരുടെ വലയിൽ വീണുപോയി, അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു പോയി, അതിലേക്ക് പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നേരെ നെഗറ്റീവായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി പ്രവർത്തിക്കുന്നതും. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കരുവായി പോയി നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങളുടെ പേഴ്സണിലൂടെ നിങ്ങൾക്ക് പണി തന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് പണിഞ്ഞു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ചില ലീഗൽ ഇഷ്യൂസ് കാണിക്കുന്നു, നിയമപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അത് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ഊരിപ്പോരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് സോൾവ് ആക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നു. ഈ പേഴ്സൺ എപ്പോഴേക്കോ വെച്ച് ഈ ഒരു തേർഡ് പാർട്ടിയെ വിശ്വസിച്ച് പോയി, തേർഡ് പാർട്ടിയെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് പോസിറ്റീവ് ആകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു. വലിയ ഒരു പാര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് കാണിക്കുന്നു. അപ്പം ഇതൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അത് നാണക്കേട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം തെറ്റാണ്. ഓക്കെ, സ്വന്തമായിട്ട് വരുത്തി വെച്ചതാണല്ലോ. അപ്പൊ സ്വന്തം തെറ്റാണ്, നിങ്ങൾ പറയുന്നത് കേട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പലതവണയും വാൺ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളൊരു താക്കീത് കൊടുക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും അതെല്ലാം ഈ പേഴ്സൺ അവഗണിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ നട്ടല് ഉയർത്തി നിൽക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം, അല്ലെങ്കിൽ ആ ഒരു വിൽ പവർ ഈ പേഴ്സൺ ഇല്ല. ഓക്കെ, അത് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെയുള്ള തിരിച്ചറിവിലേക്കും ഈ പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പം എന്തായാലും ലീഗൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ അങ്ങനത്തെ മണി പ്രോബ്ലംസ്, അങ്ങനത്തെ ഉള്ള എന്തൊക്കെയോ ബാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടുമോ? അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറയുമോ? നമുക്ക് നോക്കാം. യെസ്, മാജിക്കൽ മാപ്പ് ഷിഫ്റ്റർ ആണ്. വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് ആണ്. റിവേഴ്സ് എനർജിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ മാപ്പ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന്, അതായത് ഈ ഒരു കാർഡ് റിവേഴ്സ് ഫോമിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സത്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന രഹസ്യമായിട്ട് കിടക്കുന്ന ആ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടില്ല. വളരെ പെട്ടെന്നൊന്നും വെളിപ്പെടില്ല, നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടില്ല. കുറച്ച് ടൈം എടുക്കും എന്ന് തന്നെ കാണിക്കുന്നു. താമസമാണ് കാണിക്കുന്നത്. കാരണം ഈ കാര്യങ്ങൾ വളരെയധികം മറഞ്ഞു കിടക്കുന്ന എനർജിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കതൊരു റിവേഴ്സ് ഫോമിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വന്തം നിങ്ങൾ സ്വയം കാര്യങ്ങളെ വിലയിരുത്താനും നോക്കരുത്. അതായത് സത്യങ്ങൾ പുറത്തേക്ക് വരാത്തടത്തോളം കാലം, രഹസ്യങ്ങൾ ചുരുളഴിയാത്തടത്തോളം കാലം നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കാനോ നിൽക്കരുത്.
അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിൽ എത്താനായിട്ട് വരരുത്, സ്വന്തമായിട്ടൊരു തീരുമാനത്തിൽ എത്തരുത്. അത് നിങ്ങൾക്ക് നഷ്ടം കൊണ്ട് തരും എന്നും കൂടെ കാണിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ അസെപ്ഷൻസ് വെക്കോളൂ, അതായത് ഇപ്പം ഊഹാപോഹങ്ങള്, ഓക്കെ അങ്ങനെ ആയിരിക്കാം, ഇന്നാളായിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ അവസാനം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഊഹങ്ങളുണ്ടല്ലോ. ആ ഊഹങ്ങൾ വെച്ചിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കരുത്, അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് നിങ്ങളും അത് വിലയിരുത്താൻ പാടില്ല. അപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തട്ടെ, അത് ഈ പേഴ്സൺ അത് പ്രൂവ് ചെയ്യട്ടെ. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഡിസിഷനിലേക്കും ചിന്താഗതികളിലേക്കും വരാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളും ഒരു 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 എനർജി, ഒരു ബാലൻസിങ് എനർജിയിൽ നിന്നാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നിൽക്കുക, അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട, തർക്കിക്കാൻ നിൽക്കണ്ട, നിശബ്ദമായിട്ട് നിൽക്കുക. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അല്ലാതെ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ ആകാം, അല്ലെങ്കിൽ ഇതായിരിക്കും സത്യം, ഓക്കെ എന്നാ പെട്ടെന്നൊരു തീരുമാനം എടുക്കാം, ബ്രേക്കപ്പിലേക്ക് പോവാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ വേണ്ട എന്നുള്ള അങ്ങനെ വളരെ പെട്ടെന്നുള്ള ഒരു എടുത്ത പടിയാലുള്ള ഡിസിഷൻസ് വേണ്ട. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ സത്യങ്ങൾ വെളിപ്പെടുമോ എന്നുള്ളതായിരുന്നു ഈ ഒരു കാർഡിന്റെ എനർജി. പക്ഷെ അത് വെളിപ്പെടാൻ ഇറ്റ്സ് വിൽ ടേക്ക് ടൈം. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് മാറ്റങ്ങളാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്? യെസ് അഗെയിൻ ദിസ് കാർഡ് ഇസ് റിവേഴ്സ്ഡ്. ഫീൽഡ് ഓഫ് ഡ്രീംസ് ആണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഇസ് ഓൾസോ റിവേഴ്സ്. കാരണം ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു എനർജി പ്രകാരം വളരെയധികം ഫാന്റസി വേൾഡിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഫാന്റസി വേൾഡിൽ പോവാന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു സ്വപ്ന ലോകം, അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് കണക്ക് കൂട്ടുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് മനസ്സിൽ കൊട്ടാരം കൂട്ടുക, കൊട്ടാരം പണിയുക എന്ന് പറയില്ലേ, മനസ്സുകൊണ്ട് കൊട്ടാരം. അതായത് മനസ്സിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അത് തന്നെയാണ് ഈ പേഴ്സന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് പരിശ്രമം വളരെ കുറവാണ്. ഈ പേഴ്സൺ പരിശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. പകരം കുറുക്കു വഴിയിലൂടെയും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുമൊക്കെ എന്തൊക്കെയോ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവസാനം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. ഈ ഒരു എനർജിയാണ്. പക്ഷേ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ഡ്രീംസ് ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൊണ്ട് ഒരു കൊട്ടാരം കെട്ടുക, അല്ലെങ്കിൽ അങ്ങനെ അനാവശ്യമായിട്ടുള്ള സ്വയം പുകഴ്ത്തൽ, സ്വയമായിട്ട് പുകഴ്ത്തി പറയാം, അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഒരു തള്ളു പറയാന്ന് പറയില്ലേ, ചെറിയ കാര്യങ്ങൾ തന്നെ പെരിപ്പിച്ച് വലുതാക്കി പറയാ, വലിയ സ്വപ്നങ്ങളിലേക്ക് പോവുക. സോ അത് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷെ അത് അൺകൺട്രോളബിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരുപാട് സ്വപ്നം കാണുന്നതും, അല്ലെങ്കിൽ ഒരുപാട് അത്യാർത്തി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകുന്നതല്ല ജീവിതം. കാര്യങ്ങളെ അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റിയിൽ ചിന്തിക്കണമെന്നും പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കണമെന്നും സ്വയം തെറ്റുകൾ തിരുത്തണമെന്നും, അതും ഈ പേഴ്സന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് വന്നിരിക്കുന്ന തെറ്റുകളെ തിരുത്താനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കില്ല. അതൊന്നില്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പഴിചാരും, അവരെ കുറ്റം പറയും, അവരുടെ തലയിൽ കുറ്റമാക്കും. നിന്റെ പ്രശ്നം കൊണ്ടാണ്, നിന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തീർത്തും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ സ്വന്തം തെറ്റുകൾ തിരുത്താനും അനാവശ്യമായിട്ടുള്ള ഒരു തള്ളു വർത്താനങ്ങൾ അതൊക്കെ നിർത്തുക. ഭയങ്കര പെരിപ്പിച്ച് സ്വപ്നങ്ങൾ കാണുക, അത്യാർത്തി, ഫാന്റസി വേൾഡിൽ ജീവിക്കുക. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ചുളിവിൽ കാര്യം നേടണം എന്നുള്ള ചിന്തകൾ, അപ്പൊ അതൊക്കെ ഈ പേഴ്സൺ മാറ്റി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, അത് മാത്രമല്ല അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം തന്നെയാണ്. അത് പലപ്പോഴും നിങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, അതായത് ആദ്യം അധ്വാനിക്ക്, എന്നിട്ട്
എന്നിട്ട് വീമ്പ് പറയും എന്നുള്ള രീതിയിലൊക്കെ പൊങ്ങച്ചം പറയും. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യത്തിലോട്ടൊക്കെ ഈ പേഴ്സൺ ചെന്നെത്തിയിട്ടുണ്ട്. അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കാത്തത്? ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു എനർജി ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഒന്നിക്കാൻ സാധിക്കുന്നില്ല? യെസ്, വി ഗോട്ട് ദ ഡെസ്റ്റിനി കാർഡ്. ഡെസ്റ്റിനി കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ്, ഡെസ്റ്റിനിയിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഏറെ കുറെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഡബിൾ ഡെസ്റ്റിനി അല്ലെങ്കിൽ ട്രിപ്പിൾ ഡെസ്റ്റിനി ഉള്ളതായിട്ട് കാണിക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങളുടെ എനർജിയിലാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടത് 3 പേരായിരിക്കാം. ഓക്കെ, അത് 3 കല്യാണം കഴിക്കും, 3 പേരെ കല്യാണം കഴിക്കും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് അതിനെ ഡെസ്റ്റിനി, ചിലവർക്ക് ഒരൊറ്റ ഡെസ്റ്റിനി ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ഡബിൾ ഡെസ്റ്റിനി, ചിലവർക്ക് ട്രിപ്പിൾ ഡെസ്റ്റിനി. അങ്ങനത്തെ സിറ്റുവേഷൻസ് ചിലപ്പോൾ മേ ബി ഒരാൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളായിരിക്കാം, ഒരാൾ മേ ബി നിങ്ങളിപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ മേ ബി നിങ്ങളുടെ ഒരു വേറെ ഏതെങ്കിലും കൂടെയുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ന്യൂ പേഴ്സൺ ആയിരിക്കാം. അപ്പൊ ഇവിടെ എന്തുകൊണ്ടും നിങ്ങൾക്കോ ഈ പേഴ്സണോ ഒരു ട്രിപ്പിൾ ഡെസ്റ്റിനി ഉള്ളതായിട്ട് കാണിക്കുന്നു, ഒരുപാട് ഡെസ്റ്റിനീസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ ഒരു കണക്ഷനെ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത് നിങ്ങൾ കല്യാണം കഴിക്കാൻ ഈ പേഴ്സണെ കാത്തിരിക്കുമ്പോൾ മേ ബി അത് തടസ്സങ്ങൾ വന്ന് മൂടുന്നു. ഓക്കെ, തടസ്സങ്ങൾ വന്ന് മൂടുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന്റെ ആ ഒരു എനർജി, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം, അതിപ്പോൾ കല്യാണം തന്നെ ആകണമെന്നില്ല, ഏതൊരു രീതിയിലാണെങ്കിലും ഒരുമിച്ചാകാം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ മാത്രമായിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. മനസ്സിലായി? ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നില്ല. അതുപോലെ നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കയറി ചെല്ലാനും പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസും കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് കുറച്ചൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് റിയൂണിയൻ ലേറ്റ് ആകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു റിയൂണിയൻ ലേറ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ്? സ്പിരിച്വൽ യൂണിയൻ ആണ്. അതായത് ഇവിടെ ഇമോഷണൽ ബോണ്ടിങ് വളരെയധികം വരേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് വളരെയധികം ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ വേറെ പല കാര്യങ്ങളോടാണ് മോഹം. ഓക്കെ, അത് സമ്പത്തായിരിക്കാം, പൈസ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം നിങ്ങളുടെ സ്നേഹമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പവിത്രതയിലേക്ക് വന്നിട്ടില്ല, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. ചില സമയങ്ങൾ ഈ പേഴ്സൺ വഴി മാറി പോകുന്നുണ്ട്, ഈ പേഴ്സൺ ട്രാക്ക് മാറി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ യൂണിയനാണ് നിങ്ങൾ രണ്ടുപേരെയും കാത്തിരിക്കുന്നത്. സ്പിരിച്വൽ പരമായിട്ടുള്ള യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ കർമ്മം ക്ലിയർ ആകണം. അത് പാസ്റ്റ് ലൈഫിൽ നിന്നിട്ടുള്ള കർമ്മയാകാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മത്തിന്റെ ഫലമാകാം. ആ ഒരു കർമ്മം കംപ്ലീറ്റ് ആകണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കിടയിൽ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വരണം. അതായത് മാനസികപരമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് വരണം. കർമ്മം ക്ലിയർ ആകണം. പല തിരിച്ചറിവുകളും ഇതിലൂടെ ഈ പേഴ്സണ് ലഭിക്കണം. അതോടൊപ്പം തന്നെ സോൾ പ്യൂരിഫിക്കേഷനും നടക്കണം. അതായത് എന്താ പറയാ, താൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളും, അല്ലെങ്കിൽ ആ ചെയ്ത തെറ്റുകൾ, ആ നിരന്തരം ചെയ്തു പോയ തെറ്റുകൾ എന്താണെന്നും അത് തിരുത്താൻ തയ്യാറാകണമെന്നും തൻ്റെ സ്വന്തം തെറ്റാണെന്നും അംഗീകരിക്കുന്ന ആ ഒരു നിമിഷം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരണം. ആൻഡ് ഓൾസോ നിങ്ങൾക്കും കുറച്ച് കർമ്മം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയി കഴിയുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിയൂണിയൻ ഉണ്ടാകുള്ളൂ. അത് തീർത്തും ഒരു സ്പിരിച്വൽ യൂണിയൻ ആയിരിക്കും. അവിടെ നിങ്ങൾ രണ്ടുപേരുടെയും എനർജി വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും. നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടാകില്ല. തേർഡ് പാർട്ടി വാനിഷ് ആയി പോകും, കംപ്ലീറ്റ്ലി പോകും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണോ, മെന്റൽ ഫിസിക്കൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, അങ്ങനെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ, അതെല്ലാം വാനിഷായി പോകും. അവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ്, ആ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള അവേക്കനിങ് ആണ്. അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു ആത്മാർത്ഥ സ്നേഹം മാത്രം ആ ഒരു ലെവലിലേക്ക് വരും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യു ഷുഡ് വെയിറ്റ് ചെയ്യണം. നമുക്ക് 2 ലവ് മെസ്സേജസ് നോക്കാം. എന്താണ് ഈ പേഴ്സണ് പറയാനുള്ളത്?
ടൈം, സമയം. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ ഈ പേഴ്സന് ഭയമുണ്ട്, കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടി ഈ വ്യക്തിക്കുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ആൾക്ക് പേടിയുണ്ട്. സോൾ ടൈം, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്കിവിടെ ഒരു സോൾ കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ പേഴ്സൺ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പറ്റില്ല, തെറ്റ് ചെയ്തു സമ്മതിച്ച്, പക്ഷെ ആ ഒരു സോളുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വേണ്ടാന്ന് വെക്കാൻ ഈ പേഴ്സണെ കൊണ്ട് ആകില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കംപ്ലീറ്റ്ലി മുറിച്ച് മാറ്റാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് കമന്റ് ഞാൻ കണ്ടു, വല്ലാണ്ട് വീഡിയോ ലോങ് ആയി പോകുന്നു എന്നതാണ് ഇപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളത്. യെസ്, 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. 10 days 10 ദിവസത്തിനുള്ളിൽ, വിത്തിൻ 3 months 3 മാസത്തിനുള്ളിൽ, നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട്, ഒക്ടോബർ മന്ത്, 7th month 7ാമത്തെ മാസം, 1 week, 4 year, ചിലപ്പോൾ 4 വർഷത്തെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ 4 വർഷത്തെ ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. 1 year കിട്ടിയിട്ടുണ്ട്, അതും അങ്ങനെ തന്നെ ആകാം. വിത്തിൻ 1 day, ഒരു ദിവസത്തിനുള്ളിൽ, 48 ദിവസം. ഇവിടെ കൂടുതൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡ് ആണ് ഇന്നത്തെ ക്ലൂസിൽ കിട്ടിയിട്ടുള്ളത്. 5 month 5 മാസം, 72 hours. ഓക്കെ, ഗ്രേറ്റ്. 6 weeks. ഓക്കെ, ഫെബ്രുവരി മന്ത്, ഓഗസ്റ്റ് മന്ത്. യെസ്, 10 year, മേ ബി 10 വർഷത്തെ പ്രണയം, അല്ലെങ്കിൽ 10 വയസ്സിന്റെ ഡിഫറൻസസ്, 15 ദിവസം, ആൻഡ് വി ഗോട്ട് ദ മെയ് മന്ത്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്നവരിലേക്ക്, അറിയാവുന്നവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ കമൻറ്റ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ പറയണം. ദെൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.